എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ പാർട്ടിക്കാരോടും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് ഈ ചിന്താ ജെറോം? എന്താണ് ഇവരുടെ കേരളത്തിൽ ഇവർക്കുള്ള പൊസിഷൻ? എന്താണ്? ഭരണപക്ഷത്തിലുള്ള ഒരു ലേഡിയാണെന്നറിയാം, DYFI നേതാവെന്നറിയാം. ഇവരെ റിസോർട്ടിൽ കൊല്ലത്ത് തങ്കശ്ശേരിലൊരു ആഡംബര റിസോർട്ടിലായിരുന്നു കുറച്ച് നാൾ ഇവർ താമസിച്ചിരുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത വമ്പന്മാരാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന്, ഇപ്പോൾ അവരെവിടെയാണ് താമസമെന്ന് അറിയില്ല. ഈ പ്രതിപക്ഷം എന്താ ഇതിൽ ഇത്ര മൗനമായി ഇരിക്കുന്നതിൻ്റെ ഛേദോ വികാരം എന്താണെന്നറിയില്ല. ഭരണപക്ഷത്തെ വിടുക, ഇതിനപ്പുറം കാണും. എന്നാൽ പ്രതിപക്ഷം ഇതിനെക്കുറിച്ചൊന്ന് കേൾക്കേണ്ടതല്ലേ? പാവം പിടിച്ചവൻ്റെ നികുതി പണമെടുത്ത് ഇങ്ങനെ ആർഭാട ജീവിതത്തിന് ആർക്കോ വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ള വസ്തുത പ്രതിപക്ഷം മറന്നുപോയോ? ഇവർക്ക് ഇത്ര സുഖസൗകര്യങ്ങൾ കൊടുത്ത് ഇവരെ താമസിപ്പിക്കുന്നതിൻ്റെ ഛേദവികാരം എന്താണ്? ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. അവിടെ തന്നെയാണോ അതോ അതിലും കൂടിയ സ്ഥലത്ത് താമസമായെന്നറിയില്ല. 50,000 രൂപ ശമ്പളത്തിൽ നിയമിച്ച ഇവരെ ഇപ്പോൾ ഇതേ കേൾക്കുന്നു, ധനമന്ത്രി അവരുടെ ശമ്പളം 1,00,000 മാറ്റിയെന്ന്, അതും മുൻകാല പ്രാബല്യത്തോടെ. ലക്ഷങ്ങൾ. എന്താണ് ഇതിൽ ഒന്നും മനസ്സിലാക്കണം. ചിന്താ ജെറോം എന്ന് പറഞ്ഞാൽ ഇവരെന്താണ്? ഇവർക്ക് എന്താണ് ഇത്രയുള്ളൊരു പ്രത്യേകത? ഇവർക്കുള്ള കഴിവെന്താണ്? ഇവരെ ആരാണ് ഇങ്ങനെ താങ്ങി നിർത്തി ഇവർക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തത്? ഈ പാർട്ടിക്കുള്ളിൽ ആരാണ് ഇതിൽ കളിക്കുന്നത്? പാവം പിടിച്ചവൻ്റെ നികുതി പണമെടുത്ത് ഇങ്ങനെയുള്ള സ്ത്രീക്ക് കൊടുത്തവരെ നല്ല പൊസിഷനായ ചുറ്റിക്കറങ്ങാൻ എല്ലാവിധ പണിക്കും ഇവർക്ക് കാർ കൊടുക്കുന്നു, ഓഫീസ് കൊടുക്കുന്നു, സ്റ്റാഫിനെ കൊടുക്കുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും. ഇവരെന്താണ് കേരളത്തിൽ ചെയ്യുന്നത്? ഒരു വാഴക്കുല, ഗിമിക്കി കമ്മൽ, എന്തോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുന്നുണ്ട്. ഓരോന്നും ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ നാണക്കേടാണ്. ഈ ധനമന്ത്രിക്ക് എന്താ പറ്റിയെന്നറിയില്ല. ആവശ്യത്തിന് ധനമന്ത്രിക്ക് പൈസ ഇല്ല, ട്രഷറി ബുദ്ധിമുട്ടാണ്, ഒക്കെ പറഞ്ഞു കൂട്ടും. ഇങ്ങനെ ഉള്ളവർക്ക് 50,000 1,00,000 ശമ്പളമാക്കുന്നതിന് ധനമന്ത്രിക്ക് എന്താ നേട്ടം വല്ലതും കാണുമായിരിക്കാം. അല്ലെങ്കിൽ ഈ ചിന്താ ജെറോം വിചാരിച്ച ധനമന്ത്രിക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടുമായിരിക്കാം. കാര്യം അതിനുള്ള കഴിവുള്ള സ്ഥലം അവരും അങ്ങനെ എടുത്തതാണല്ലോ. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളുകളികൾ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഈ ചിന്താ ജെറോമിനെ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാനും ആരും ഒന്നും ചെയ്യില്ല. എന്തായാലും ധനമന്ത്രിക്ക് എന്തായാലും ഒരു ഡോക്ടറേറ്റ് കിട്ടും. അതായത് ധനത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചതിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു വനിതാ നേതാവിന്. അവർ എന്താണ് ഈ കേരളത്തിന് സമ്മാനിച്ചതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഈ ശമ്പളം ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്ത് വേണം അവർക്ക്. ഓക്കെ, ഒരു വ്യക്തി പോലും തൻ്റെ ഇടമുള്ള ചങ്കൂറ്റുള്ള ഒരുത്തം വരെ ഈ ഭരണപക്ഷത്തിലുമില്ല, പ്രതിപക്ഷത്തില്ല. ഈ സ്ത്രീക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഇപ്പോൾ കേൾക്കുന്നത്, ഈ ഭരണപക്ഷത്തിൽ പ്രധാന മന്ത്രിയുടെ ഹൈ റെക്കമെൻഡേഷനാണ് ഇപ്പോൾ ഈ ശമ്പളം കൂട്ടിയെന്ന് അറിയുന്നത്. ധനമന്ത്രി എന്തോ തടസ്സം പറഞ്ഞെങ്കിലും മുകളിൽ നിന്ന് ഒരു മന്ത്രി ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നതെന്നാണ് അറിയുന്നത്. എന്തെങ്കിലും വാസ്തവം കാണുമായിരിക്കും. കാരണം ഈ തീ ഇല്ലാതെ പുകയില്ല, പുകയുണ്ടെങ്കിൽ അവിടെ തീയുമുണ്ട്. അതുതന്നെയാണ് എൻ്റെ യഥാർത്ഥ സത്യം. സോ എനിക്ക്
ശ്രീ പിണറായി വിജയനോട് ഒന്നും പറയാനില്ല. കാര്യം അദ്ദേഹത്തിന് കംപ്ലീറ്റ് അദ്ദേഹം എന്താ പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് വിളിക്കാൻ അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുത്താൽ വായിക്കും. ഇതെല്ലാം അപ്പുറം അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഒരിക്കൽ. ഇപ്പം അതെല്ലാം മാറിക്കിട്ടി, തീർന്നു. കാരണം അദ്ദേഹം എന്താണെന്ന് അറിയാത്ത ഒരു ലെവലിലായിപ്പോയി. പ്രഷറൈസ് ആയിരിക്കും എല്ലാം. ഇങ്ങനെ ഒരു ചിന്താചരമുള്ള ഗ്രൂപ്പാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്, വളരെ ബുദ്ധിമുട്ടാണിത്. എന്തായാലും ഈ കേരള ജനത ഇത്ര കണ്ട് നാണം കെട്ട, ഇത്ര കണ്ട് നാണിക്കേണ്ട ഒരവസ്ഥ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇങ്ങനെ 2-3 ചിന്താചോറന്മാരുണ്ടെങ്കിൽ സന്തോഷം, എല്ലാം ഭദ്രമാകും. ഈ ഡൽഹിയിൽ പോയി അവിടെ കുത്തിയിരുന്ന് എനിക്ക് പൈസയും കടമെല്ലാം വാങ്ങി ഇങ്ങനെയുള്ള ചിന്താമാർക്ക് കൊടുത്ത് അവരെ സുഖിപ്പിച്ച് റിസോർട്ടിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം മന്ത്രിസഭ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഇപ്പോഴും 50,000 രൂപ ശമ്പളത്തിൽ നിന്ന് 1 ലക്ഷം രൂപ സാലറി ആക്കുമോ? അത് മുൻകാല അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ കിട്ടണം. അപ്പോൾ ഇനി എനിക്ക് തോന്നി ഇവരെവിടെയോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റിസോർട്ടോ കണ്ടുവച്ചിരിക്കും, കുറച്ചുകൂടെ സൗകര്യമായി. ഇനി അടുത്തതായിരിക്കും. തീർച്ചയായിട്ടും ഇവർ റിസോർട്ടും വാങ്ങിക്കൊടുക്കും. ഒരു തങ്കശ്ശേരിയിൽ റിസോർട്ടിൽ ഇത്ര സൗകര്യമായിട്ട് താമസിച്ചിരിക്കും. ഇനി അവർക്ക് വേണ്ട സ്വന്തം റിസോർട്ടാണ്. അതെല്ലാം ചെയ്യും. അതിനുള്ള അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ളൊരു കഴിവ് ചിന്താചേർമ്മിനുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ഓരോന്നിപ്പം നേടിയെടുക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ധനമന്ത്രി അങ്ങേക്ക് 1000 ആശംസകൾ. താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നല്ലോ. പാവം പിടിച്ചതിന് പെൻഷൻ വരെ കിട്ടാനില്ല. എത്ര പട്ടിണി പാവങ്ങളാണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ളൊരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്നുണ്ടല്ലോ. ദൈവം നിങ്ങളോട് ചോദിക്കും, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പാവം പിടിച്ചവൻ്റെ നികുതിപ്പണം, കഷ്ടപ്പെട്ടവൻ്റെ നികുതിപ്പണം എടുത്ത് ഇങ്ങനെയുള്ള സ്ത്രീക്കൊക്കെ കൊടുക്കരുത്. അവരെ സുഖിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നാണക്കേടാണ്, വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇടുന്നതിൽ ഖേദിക്കുന്നുണ്ട്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.